നമ്മുടെ ക്ഷീരപഥത്തിന്റെ കേന്ദ്രത്തിൽ ഒരു മഹാതമോദ്വാരത്തിന് സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ പകരം ഡാർക്ക് മാറ്റർ ആകാമെന്ന് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. നിങ്ങൾക്കായി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു. നമ്മുടെ ഗാലക്സിയുടെ കേന്ദ്രത്തെക്കുറിച്ചുള്ള പരമ്പരാഗത ധാരണകളെ ചോദ്യം ചെയ്യുന്ന ഒരു സുപ്രധാന കണ്ടെത്തലാണിത്. പ്രപഞ്ചത്തിലെ ഭൂരിഭാഗം പിണ്ഡവും ഡാർക്ക് മാറ്ററാണെന്നാണ് വിശ്വാസം. ഈ അദൃശ്യപദാർത്ഥത്തിന് തമോദ്വാരത്തിന് സമാനമായ ഗുരുത്വാകർഷണ സ്വാധീനം ചെലുത്താൻ കഴിയും. നമ്മുടെ ഗാലക്സിയുടെ ഹൃദയഭാഗത്തുള്ള സാജിറ്റേറിയസ് A*SGRA* എന്ന തമോദ്വാരമാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്ന പ്രമുഖ സിദ്ധാന്തത്തെയാണ് ഈ പഠനം ചോദ്യം ചെയ്യുന്നത്. എസ് നക്ഷത്രങ്ങളുടെ അതിവേഗത്തിലുള്ള ഭ്രമണപഥങ്ങൾക്ക് കാരണം തമോദ്വാരമല്ല, മറിച്ച് ഡാർക്ക് മാറ്റർ ആകാമെന്നാണ് ഗവേഷകർ പറയുന്നത്. ക്ഷീരപഥത്തിന്റെ കേന്ദ്രത്തിൽ ഡാർക്ക് മാറ്റർ സൃഷ്ടിക്കുന്ന ഗുരുത്വാകർഷണ സ്വാധീനം ഗാലക്സിയുടെ പുറംഭാഗത്തെ ഭ്രമണത്തെപ്പോലും വിശദീകരിക്കാൻ സഹായിക്കുന്നു. ഗവേഷകർ നിർദ്ദേശിക്കുന്നത് ഫെർമിയൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേകതരം ഡാർക്ക് മാറ്ററിനെക്കുറിച്ചാണ്. ഇത് ഗാലക്സിയുടെ കേന്ദ്രഭാഗവുമായി പൊരുത്തപ്പെടുന്ന ഒരു ഘടന സൃഷ്ടിക്കും. ഈ ഡാർക്ക് മാറ്റർ ഒരു സൂപ്പർഡെൻസ് കോമ്പാക്ട് കേന്ദ്രവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിശാലമായ വലയവും ചേർന്ന ഒരു ഏകീകൃത ഘടനയായി പ്രവർത്തിക്കും. ഈ ഡാർക്ക് മാറ്റർ കോർ വളരെ വലുതും കട്ടിയുള്ളതുമാണ്. ഇത് ഒരു തമോദ്വാരത്തിന്റെ ഗുരുത്വാകർഷണ ബലത്തെ അനുകരിക്കും. ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഈ കോമ്പാക്ട് കോറിന് എസ് നക്ഷത്രങ്ങളുടെ അതിവേഗ ഭ്രമണപഥങ്ങളെയും സമീപത്തുള്ള സ്രോതസ്സുകളുടെ സോഴ്സസ് ഭ്രമണത്തെയും വിശദീകരിക്കാൻ കഴിയും. ഡാർക്ക് മാറ്റർ കോർ ഒരു തമോദ്വാരത്തിന് സമാനമായ ആകർഷണം ചെലുത്തുന്നതിനാൽ നിലവിലുള്ള പല നിരീക്ഷണങ്ങളുമായി ഈ മോഡൽ പൊരുത്തപ്പെടുന്നു. ഈ പുതിയ ഗവേഷണത്തിന് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഗായ DR3 മിഷനിൽ നിന്നുള്ള ഡാറ്റ നിർണായകമായിരുന്നു. ഗായ DR3 ക്ഷീരപഥത്തിന്റെ പുറംഭാഗത്തെ ഭ്രമണവക്രത റൊട്ടേഷൻ കർവ് വിശദമായി മാപ്പ് ചെയ്തു. ഇത് ഡാർക്ക് മാറ്റർ മോഡലിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ഗാലക്സിയുടെ ഭ്രമണവക്രതയിലെ മന്ദഗതി കെപ്ലേരിയൻ ഡിക്ലൈൻ ഡാർക്ക് മാറ്റർ മോഡലിന്റെ പുറംവലയ ഭാഗവുമായി ചേരുമ്പോൾ കൃത്യമായി വിശദീകരിക്കാൻ കഴിയും. കൂടാതെ ഈ ഫെർമിയോണിക് ഡാർക്ക് മാറ്റർ മോഡൽ ഒരു സുപ്രധാന പരീക്ഷണം വിജയിച്ചിരുന്നു. അതായത് തമോദ്വാരത്തിന്റെ നിഴലിനെ അനുകരിക്കാൻ ഇതിന് കഴിയും. നേരത്തെ നടന്ന പഠനത്തിൽ ഡാർക്ക് മാറ്റർ കോറിനെ ഒരു അക്രീഷൻ ഡിസ്ക് പ്രകാശിപ്പിക്കുമ്പോൾ അത് തമോദ്വാരത്തിന്റെ നിഴലിന് സമാനമായ ഒരു രൂപം സൃഷ്ടിക്കുന്നതായി കണ്ടെത്തി. ഡാർക്ക് മാറ്റർ കോർ പ്രകാശത്തെ ശക്തമായി വളയ്ക്കുന്നതിലൂടെ ഒരു നിഴൽ പോലെ തോന്നിക്കുന്ന കേന്ദ്രഭാഗവും അതിനു ചുറ്റും തിളക്കമുള്ള ഒരു വളയവും സൃഷ്ടിക്കുന്നു. കൂടുതൽ കൃത്യമായ വിവരങ്ങൾക്കായി ഗ്രാവിറ്റി ഇന്റർഫെറോമീറ്റർ പോലുള്ള ഉപകരണങ്ങളിൽ നിന്നുള്ള നിരീക്ഷണങ്ങൾ നിർണായകമാകും. ഇത് ക്ഷീരപഥത്തിന്റെ ഹൃദയത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മാറ്റിമറിച്ചേക്കാം.